السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. قال ذلك ما كنا نبغي فارتدا على آثارهما قصصا فوجدا عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. قال له موسى هل أتبعك على أن تعلمني مما علمت رشدا قال إنك لن تستطيع معي صبرا وكيف تصبر على ما لم تحط به خبرا قال ستجدني إن شاء الله صابرا ولا أعصي لك أمرا قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا. സഹോദരി സഹോദരന്മാരെ, മൂസ അലൈഹിസ്സലാം ഖളിറിനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി യാത്ര പുറപ്പെടുന്നത് സംബന്ധിച്ചുള്ള വചനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മൂസയും അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ഭൃത്യനായ യൂശഅ ഇബ്നു നൂൻ അവർ രണ്ടുപേരുമാണ് യാത്ര തുടങ്ങിയത്. കാര്യം നമ്മൾ വിശദീകരിച്ചു. യാത്രയിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വലിയ മത്സ്യത്തെ അള്ളാഹു നൽകിയിരുന്നു. ആ മത്സ്യത്തിൽ നിന്നാണ് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവരോട് മജ്മഉൽ ബഹ്റൈൻ, രണ്ടു സാഗരങ്ങൾ സന്ധിക്കുന്ന സ്ഥാനം വരെ യാത്ര തുടരാനാണ് പറഞ്ഞത്. അവിടെ വെച്ച് ഖളിറിനെ കണ്ടുമുട്ടാൻ സാധിക്കും. അങ്ങനെ അവര് മജ്മഉൽ ബഹ്റൈൻ എന്ന് പറയുന്ന ആ സ്ഥാനം വിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയി. അപ്പോഴാണ് മൂസ അലൈഹിസ്സലാമിന് വിശപ്പ് അനുഭവപ്പെടുന്നത്. അദ്ദേഹം ഭൃത്യനായ യൂശഅ ഇബ്നു നൂനിനോട് പറഞ്ഞു, ആതിനാ ഗദാഅനാ ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബ, നമ്മുടെ ഭക്ഷണം നീ എടുത്തു വെക്ക്, നമുക്ക് ഭക്ഷണം തരൂ, ഈ യാത്രയിൽ നല്ല ക്ഷീണം നമുക്ക് ബാധിച്ചിട്ടുണ്ട്. ഇൽമ് തേടിയുള്ള ഈ യാത്ര ഇതുവരെ അവർക്ക് ക്ഷീണമൊന്നും മൂസ അലൈഹിസ്സലാമിന് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല.
ഇപ്പോ ആ സ്ഥാനം കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് ക്ഷീണം തോന്നുന്നത്. ആ സമയത്താണ് അദ്ദേഹം പറയുന്നത്, قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره فاتخذ سبيله في البحر عجبا. നമ്മൾ ഒരു പാറയിൽ കുറച്ചു സമയം വിശ്രമിക്കാൻ വേണ്ടി പാറയിൽ അഭയം തേടിയിരുന്നുവല്ലോ. ആ സന്ദർഭത്തിൽ എന്റെ കയ്യിൽ നിന്ന് ആ മത്സ്യം നഷ്ടപ്പെട്ടു പോയി. മത്സ്യം അതിന് ജീവൻ വെക്കുകയും അത് സമുദ്രത്തിലൂടെ അതിന്റെ വഴി സ്വയം അത് കണ്ടെത്തി സമുദ്രത്തിലൂടെ അങ്ങോട്ട് മുന്നേറുകയും ചെയ്തു. അത് പോകുന്ന സ്ഥലത്ത് ഒരു തുരങ്കം, ഒരു ദ്വാരമുണ്ടാക്കിക്കൊണ്ടാണ് പോയത്. അത്ഭുതമാണ്. ഈ കാര്യം താങ്കളോട് പറയാൻ പിശാചല്ലാതെ മറ്റാരുമല്ല എന്നെ മറപ്പിച്ചത്, പിശാച് എന്നെ മറപ്പിച്ചു കളഞ്ഞതാണ് എന്ന കാര്യം കൂടി പറഞ്ഞു. അപ്പോഴാണ് ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഖാല ദാലിക മാ കുന്നാ നബ്ഗി. ഖാൽ, അപ്പൊ മൂസാ നബി പറഞ്ഞു, ദാലിക് മാ കുന്നാ നബ്ഗി, അത് തന്നെയാണ് നാം തേടിക്കൊണ്ടിരിക്കുന്ന കാര്യവും. നമ്മുടെ കൈവശമുള്ള മത്സ്യം നഷ്ടപ്പെടണം. ആ മത്സ്യം നഷ്ടപ്പെടുന്നത് എവിടെയാണോ അവിടെയാണ്, ആ പോയിന്റിലാണ് ഖദർ ഉണ്ടാവുക. ഇത് അള്ളാഹു മൂസാ നബിക്ക് നൽകിയിട്ടുള്ള സന്ദേശമാണ്. അതുകൊണ്ട് മത്സ്യം നഷ്ടപ്പെടണം. ദാലിക മാ കുന്നാ നബ്ഗി. അതുകൊണ്ട് മത്സ്യം എവിടെ നിന്നാണോ നഷ്ടപ്പെട്ടത് അവിടത്തേക്ക് തന്നെ തിരിച്ചു പോകണം. ഫർതദ്ദ അലാ ആസാരിഹിമാ ഖസസ. ഇർതദ്ദ, അവർ രണ്ടുപേരും നേരെ പിറകോട്ട് പോയി. നേരെ പിറകോട്ട് വന്ന അതേ പാട് അല ആസാരിഹിമ, ആസാർ പറഞ്ഞ കാൽപ്പാടുകൾ, അവരുടെ കാൽപ്പാടുകൾ നോക്കി നേരെ പിറകോട്ട് ഖസസ, ഇർതദ്ദ ഖസസൻ. അത് ഇർതദ്ദയെ ഒന്നും കൂടെ കശ്ഫ് ചെയ്യുന്നതിന് വേണ്ടി, ഒന്നുകൂടെ അതിനെ എക്സ്പ്ലിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചേർക്കുന്ന ഒരു വിശേഷണമാണ്. ഇർതദ്ദ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം വന്നു. ഖസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. നമ്മൾ കഥ എന്ന് വാക്ക് മലയാളത്തിൽ അതിനർത്ഥം പറയാറുണ്ട്, ഖിസ്സ, ഖസസ് എന്നൊക്കെ പറയുമ്പോൾ. അത് ഇതിൽ നിന്ന് തന്നെയാണ് അത് ഉണ്ടായി വരുന്നത്. സാധാരണ ഒരു കഥ എന്ന് പറഞ്ഞാൽ പണ്ട് കഴിഞ്ഞൊരു സംഭവം, ആ കഴിഞ്ഞൊരു സംഭവത്തെ നമ്മൾ തിരിച്ചു പറയുന്നതാണ്, കഴിഞ്ഞതിലേക്ക് തിരിച്ചു പോകുന്ന അതേ വാക്കന്നെയാണ് ഇതിന്റെ മൂലധാതു. ഇർതദ്ദ വന്ന് ചേർന്നാൽ ഇർതദ്ദ ഖസസൻ, നേരെ റിവേഴ്സിൽ പോയി എന്നർത്ഥം. നേരെ റിവേഴ്സിൽ പോയി. അത് അല ആസാരിഹിമ, അവർ രണ്ടുപേരുടെയും കാൽപ്പാടുകൾ നോക്കിയിട്ട്, അവരിങ്ങോട്ട് വന്ന കാൽപ്പാടുകൾ നോക്കി, ആ കാൽപ്പാടുകൾ നോക്കി അതിലൂടെ തന്നെ പിറകോട്ട് പോയി, ആ പാറ വരെ. അങ്ങനെ ആ പാറയുടെ അടുക്കൽ എത്തിയപ്പോൾ ഫവജദ അബ്ദൻ മിൻ ഇബാദിന, ഫവജദ, അവർ രണ്ടുപേരും കണ്ടെത്തി. മൂസയും അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ഭൃത്യനായ യൂശാ ഇബ്നു നൂനും കണ്ടു. ആരെയാണ് കണ്ടത്? അബ്ദൻ മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽപ്പെട്ട, നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ഒരു ദാസനെ. ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിന, അദ്ദേഹത്തിന് നാം റഹ്മത്ത് നൽകിയിട്ടുണ്ട്. മിൻ ഇൻദിന, നമ്മുടെ അടുത്ത് നിന്ന്. വഅല്ലംനാഹു മിൻ ലദുന്നാ റുശ്ദ ഇൽമ, വഅല്ലംനാഹു മിൻ ലദുന്ന ഇൽമ, അദ്ദേഹത്തെ നാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മിൻ ലദുന്ന, നമ്മുടെ അടുക്കൽ നിന്നുള്ള ഇൽമൻ, കുറെ അറിവ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ റഹ്മത്തും കൊടുത്തു, ഇൽമും കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു ദാസനെ, നമ്മുടെ ഒരു ദാസനെ അവരവിടെ വെച്ച് കണ്ടു. ഇവിടെ ഖുർആനിൽ അള്ളാഹു പറയുന്ന ഈ വാക്ക് ശ്രദ്ധാപൂർവം വായിക്കുകയാണെങ്കിൽ, അത് നിരീക്ഷിക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൽമിന്റെ കൂടെ അവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു സംഗതിയാണ് റഹ്മ.
റഹ്മത്ത് ഇല്ലാത്ത ഇൽമ്, റഹ്മത്ത് ഉള്ള ഇൽമ്, അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഖളിർ അലൈഹിസ്സലാമിന് അള്ളാഹു നൽകി എന്ന് പറയുന്നത് റഹ്മത്തും ഇൽമുമാണ്. ആദ്യം പറഞ്ഞത് പോലും റഹ്മത്താണ്, പിന്നെയാണ് ഇൽമിന്റെ കാര്യം പറയുന്നത്. അപ്പൊ അതിന്റെ പ്രാധാന്യം അത്രമേൽ വലുതാണ് എന്നർത്ഥം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നിടത്തു അല്ലാഹ് ഇതേ കാര്യം പറഞ്ഞു. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീളൽ ഖൽബി ലൻഫല്ലൂ മിൻ ഹൗലിക ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിങ്കിൽ നിന്നുള്ള റഹ്മത്ത് അതൊന്നുകൊണ്ട് മാത്രമാണ്. ലിൻത ലഹും, അവരോട് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുമുള്ള ജനങ്ങളോട്, അഭിസംബോധിത സമൂഹത്തോട് താങ്കൾ ആർദ്രമായി സൗമ്യമായി പെരുമാറിയത്. സൗമ്യമായി പെരുമാറാൻ താങ്കൾക്ക് സാധിച്ചത് അള്ളാഹുവിങ്കിൽ നിന്ന് റഹ്മത്ത് കിട്ടിയത് കൊണ്ട് മാത്രമാണ്. വലൗ കുൻത ഫല്ലൻ ഗലീളൽ ഖൽബ്, താങ്കൾ പരുഷ സ്വഭാവിയും കഠിന മനസ്കരുമായിരുന്നുവെങ്കിൽ ലംഫല്ലൂ മിൻ ഹൗലിക്, താങ്കളുടെ ചുറ്റും ഒരു കുട്ടിയുണ്ടാവില്ല, എല്ലാവരും താങ്കളെ ഒഴിവാക്കി താങ്കളുടെ ചുറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകുമായിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു പറയുന്നത്. നബി വകാന ബിൽ മുഅ്മിനീന റഹീമ, അല്ല ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂൽ വന്നിരിക്കുന്നു. ആ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ പ്രയാസപ്പെടുന്നത്, നിങ്ങൾ കഷ്ടപ്പെടുന്നത് നബിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനും കരുതലുള്ള വ്യക്തിയുമാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് വളരെ റഹ്മത്തുള്ള, റഅഫത്ത് കനിവുള്ള, കാരുണ്യമുള്ള, കനിവുള്ള വ്യക്തിയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. അത് അവിടുത്തെ പെരുമാറ്റങ്ങളിൽ തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ റമളാൻ മാസത്തിലാണ് നമ്മളുള്ളത്. റമളാൻ മാസത്തെക്കുറിച്ച് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവശമുണ്ടായിരുന്ന സമ്പത്ത് പാവങ്ങൾ ആര് ചോദിച്ചാലും എടുത്തു കൊടുക്കുമായിരുന്നു. നബി മൊത്തത്തിൽ തന്നെ വളരെ ഉദാരനാണ്. വകാന അജ്വദ മാ യകൂനു ഫി റമളാൻ, നബി ഏറ്റവും കൂടുതൽ ഉദാരത കാണിക്കാറുള്ളത് റമളാനിലായിരുന്നു. അവിടുത്തെ ഔദാര്യത്തെക്കുറിച്ച്, ഉദാരതയെ സംബന്ധിച്ച് പറഞ്ഞത് കർരീഹി അൽ മുർസല, ഒരു അടിച്ചു വീശുന്ന കാറ്റ് പോലെയാണ്. അതൊരു പാഠമാണ്. അതൊരു പാഠമാണ്. ചിലർ കൊടുക്കും, അവരെ സ്വന്തക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ഈ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മാനുഷികമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ അങ്ങനെ സ്വന്തം ബന്ധം മാത്രം നോക്കരുത്, ആവശ്യം നോക്കേണ്ടത്. നബിയുടെ ഔദാര്യം എന്ന് പറയുന്നത് കർരീഹൽ മുർസല, അത് അടിച്ചു വീശുന്ന ഒരു കാറ്റ് പോലെയാണ്. അതിൽ ആ കാറ്റ് അത് പോണ വഴിയിലുള്ള എല്ലാവർക്കും കിട്ടും. എല്ലാറ്റിനെയും തട്ടി തടവിയാണ് കാറ്റ് പോകുക. അങ്ങനെയാണ് ആവേണ്ടത്. സെലക്റ്റീവായിട്ട് പോകേണ്ട കാര്യങ്ങൾ അതുണ്ട്, അവിടെ മാത്രം സെലക്റ്റീവായിട്ട് പോകണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ജക്കാത്ത് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞില്ല. ഒന്ന് മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്കേ കൊടുക്കാൻ പാടുള്ളൂ, ആദ്യത്തെ നിബന്ധന. രണ്ട്, മുസ്ലിമീങ്ങൾക്ക് തന്നെ എല്ലാവർക്കും കൊടുക്കാനുള്ളതല്ല. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അത് ചെലവഴിക്കേണ്ട 7-8 വിഭാഗം ഖുർആനിൽ ഇന്നമ സ്വദഖാത്തുൽ ഫുഖറാ വൽ മസാകിൻ വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും വഫി റിഖാബ് വൽ ഗാരിമീന ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ വകുപ്പുകൾ തന്നെ അവർക്ക് മാത്രമേ പറ്റുള്ളൂ. സെലക്റ്റീവായി പോകാവുന്നത് അത് വേറെ തന്നെ പറഞ്ഞു.
അതല്ല സാധാരണഗതിയിൽ ഔദാര്യം കാണിക്കുമ്പോൾ, ഒരു സ്വതക്ക കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും നന്മകൾ ചെയ്യുമ്പോൾ അവിടെ വിവേചനം വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യം എന്ന് പറഞ്ഞാൽ കർറീഹിൽ മുർസല, ഒരു അടിച്ചു വീശുന്ന കാറ്റ് പോലെയാണ്. ആ കാറ്റ് പോകുന്നിടത്തുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാറ്റിനെയും തട്ടിത്തടവി കാറ്റ് പോകുന്നത് പോലെ എല്ലാവർക്കും കൊടുത്തു. നബി മൊത്തത്തിൽ ഉദാരനാണ്. ഏറ്റവും കൂടുതൽ ഉദാരത കാണിക്കാറുള്ളത് വകാന അജ്വദ മാ യകൂനു ഫീ റമളാൻ. ഇത് വരാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇൽമ് അല്ലാഹ് കൊടുക്കുമ്പോൾ ആ ഇൽമിന്റെ കൂടെ അതിന്റെ മുന്നോടിയായിട്ട് അതിന് അകമ്പടിയായിട്ട് റഹ്മത്ത് അല്ലാഹ് കൊടുത്തോണ്ടാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അപ്പൊ റഹ്മത്ത് ഇല്ലാത്ത ഇൽമ് അത് വളരെ പ്രയാസാണ്. അത് ഗുണമല്ല ചെയ്യുന്നത്, അത് ദോഷാണ് ചെയ്യുക. അത് ഗുണമുണ്ടാക്കൂല, അത് ദോഷാണ് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ നമുക്ക് കാണാം, അവരെന്തെങ്കിലും രണ്ടക്ഷരം അവർക്ക് മനസ്സിലായി വരുന്നു എന്ന് കാണുമ്പോൾ വേറെ സ്വഭാവം കാണിക്കും. പിന്നെ അടുക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക ഒരു സ്വഭാവം കാണിച്ചാണ്. ഞാൻ എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടാകും. പിന്നെ ഞാനാണ് പറഞ്ഞത് കേട്ടാൽ മതി എന്നുള്ള ഒരു ധ്വനി ഉണ്ടാകും. പിന്നെ അവര് സ്വേച്ഛാധിപത്യ സ്വഭാവം കാണിക്കും. അവര് വളരെ ഭയങ്കര കർക്കശക്കാരായിരിക്കും. അവർ പറയുന്നതല്ലാതെ ബാക്കിയുള്ള കാര്യമൊന്നും അവർക്ക് മനസ്സിലാവുകയല്ല. അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിന്റെ അടുക്കൽ വന്ന് ആര് സംസാരിച്ചാലും വന്ന് പറയുന്ന ഒരാൾക്ക് പറയാനുള്ളതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗമ്യമായിരുന്ന് ക്ഷമാപൂർവ്വം കേൾക്കാറുണ്ട്. അത് ഈ റഹ്മത്ത് കൊണ്ടാണ്. അങ്ങനെ റഹ്മത്തിന്റെ അകമ്പടിയിൽ മാത്രമേ ഇൽമിനെ നിങ്ങൾക്ക് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോഴേ ഇൽമിന് അതിന്റെ ബർക്കത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ മാത്രമേ ഇൽമ് അതിന്റെ സ്വീകർത്താക്കളിൽ അത് പ്രവർത്തിക്കുള്ളൂ. ഇൽമിന്റെ പ്രവർത്തനശേഷി കാരുണ്യത്തിലാണ് ഊന്നി നിൽക്കുന്നത്. ഇൽമിന്റെ പ്രവർത്തനശേഷി കാരുണ്യത്തിലാണ് ഊന്നി നിൽക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ടോ ഈ വസ്തുത ആളുകൾ മനസ്സിലാക്കാറില്ല. ഇൽമ് കൂടുന്തോറും വിനയം കൂടണം. ഇൽമ് കൂടുന്തോറും വിനയം കൂടണം. അതതിന്റെ പ്രകൃതി നിയമമാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഖദറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഖദറിന്റെ കാര്യം പറയുന്നത് അങ്ങനെയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അദ്ദേഹം ബനൂ ഇസ്രായേലിനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരാണ് ഇന്ന് ഭൂലോകത്തുള്ള ഏറ്റവും അറിവുള്ള വ്യക്തിയെന്ന് ചോദിച്ചെടുത്തുനിന്നാണല്ലോ ഈ യാത്രന്റെ പ്രശ്നം ഉണ്ടാവുന്നത്. മൂസാ നബി കരുതിയത് താൻ തന്നെയാണ്. അപ്പോഴാണ് അള്ളാഹ് തിരുത്തിയത്, അല്ല, നിന്നെക്കാൾ കൂടുതൽ നിനക്കറിയാത്ത ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള വേറൊരു വ്യക്തിയുണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തെ എനിക്ക് കാണണം, അദ്ദേഹത്തിൽ നിന്ന് അത് പഠിക്കണം എന്ന് വരുന്നത്, അതിനുവേണ്ടി യാത്രയാകുന്നത്. അദ്ദേഹത്തിന്റെ സ്വഭാവം പറഞ്ഞപ്പോ, ഖദറിന്റെ സ്വഭാവം പറഞ്ഞപ്പോ നോക്കൂ, അള്ളാഹു പറഞ്ഞത് ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്ന ഇൽമ. ആദ്യം പറഞ്ഞത് റഹ്മത്തിന്റെ കാര്യമാണ്. അങ്ങനെ റഹ്മത്തോടു കൂടി അല്ലാതെ നിങ്ങൾ ഇൽമ് നിങ്ങൾക്ക് ഇമ്പാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇൽമ് മറ്റൊരാൾക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടൂല, സ്വീകരിക്കാൻ കഴിയില്ല ആളുകൾക്ക്. മാത്രമല്ല ഇൽമിന് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സ്വാധീനം സ്വീകർത്താക്കളായ ആളുകളിൽ വരുത്താനും കഴിയില്ല. മറിച്ച് ഇൽമ് അത് പൂർണ്ണ രൂപത്തിൽ പ്രവർത്തനക്ഷമമാകണമെങ്കിൽ റഹ്മത്ത് അനിവാര്യമാണ് എന്ന കാര്യമാണ് ഈ ആയത്തിൽ അള്ളാഹ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഖാല ലഹു മൂസ, അദ്ദേഹത്തോട് മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മ ഉല്ലിംത റുശ്ദ. ഹൽ അത്തബിഉക,
ഞാൻ താങ്കളെ പിന്തുടരട്ടെയോ? എന്തിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ പിന്തുടരുന്നത്, നിങ്ങളോടൊപ്പം സഹവസിച്ച് നിങ്ങളെ പിന്തുടർന്ന് നടക്കുന്നത്? അല അൻ തുഅല്ലിമനി, നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു എന്നതിന് വേണ്ടി. മിമ്മാ ഉല്ലിംത റുഷ്ദ, താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ട, താങ്കൾക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള, താങ്കൾ പഠിപ്പിക്കപ്പെട്ട റുഷ്ദ, സന്മാർഗത്തിൽ നിന്ന്. താങ്കൾക്ക് സാൻമാർഗികമായ കുറെ വിജ്ഞാനങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ താങ്കൾ പഠിപ്പിക്കപ്പെട്ട സാൻമാർഗിക വിജ്ഞാനത്തിൽ നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി താങ്കളെ ഞാൻ ഫോളോ ചെയ്യട്ടെ? ഇതാണ് ചോദ്യം. ഹൽ അത്തബിഉക, ഞാൻ താങ്കളെ ഫോളോ ചെയ്യട്ടെ? അല അൻ തുഅല്ലിമനി, താങ്കൾ എന്നെ പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടി. മിമ്മാ ഉല്ലിംത, താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ട, താങ്കൾക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ളതായ റുഷ്ദൻ, സാൻമാർഗിക വിജ്ഞാനത്തിൽ നിന്ന് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യട്ടെ എന്നാണ് ചോദ്യം. ഖാൽ, അപ്പോൾ ഖളിർ പ്രതിവചിച്ചു, ഇന്നക ലൻ തസ്തതിഅ മഇയ സ്വബ്റ, ഇന്നക ലൻ തസ്തതിഅ മഇയ സ്വബ്റ. എംഫാറ്റിക് ആയിട്ടാണ് പറയുന്നത്, ഉറപ്പായും താങ്കൾക്ക് ഇന്നക ലൻ തസ്തതിഅ മഇയ, എന്റെ കൂടെ താങ്കൾക്ക് സ്വബ്റ, ക്ഷമിച്ച് കഴിച്ചു കൂട്ടാൻ പറ്റില്ല. അത് ഇൽമ് നൽകപ്പെട്ട ഖളിറിന്റെ വാചകമാണ്. അപ്പൊ ആ വാചകത്തിന് അതിന്റെ അർത്ഥമുണ്ട്, അതിന്റെ സൂചനകളുണ്ട്. അവസാനം കഥ അവസാനിക്കുന്നിടത്ത് അദ്ദേഹം ഈ പറഞ്ഞത് അത് സത്യമാണ് എന്നത് പുലരുന്ന് നമുക്ക് കാണാനും സാധിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ താങ്കൾക്ക് ക്ഷമിച്ച് എന്റെ കൂടെ ക്ഷമിക്കാൻ താങ്കൾക്ക് കഴിയില്ല. അപ്പൊ അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇൽമു തേടി ഒരാളെ പിന്നാലെ പോവുക എന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതിയല്ല. അതിന് ഭയങ്കരമായ ക്ഷമ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇൽമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും ഏറ്റവും അധികം വേണ്ടത് ക്ഷമയാണ്. അത് സൂറത്തുൽ അസ്റിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒക്കെ തമ്മിൽ ബന്ധപ്പെടുത്തി മനസ്സിലാക്കുക. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ല അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഒരു മനുഷ്യന്റെ ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത് ഈ 4 കാര്യങ്ങളിൽ, അതാണ് അതിന്റെ ചക്രം. 4 കാര്യങ്ങളാണ്. ഒന്ന്, ഇല്ലല്ലദീന ആമനു, അറിവ് നേടി അത് ഇൽമാകുക, ഈമാനാകുക. വഅമിലുസ് സ്വാലിഹാത്ത്, 2, അങ്ങനെ നേടുന്ന അറിവുകൾ, പഠിക്കുന്ന അറിവുകൾ അപ്പാടെ അമലാക്കി തീർക്കുക. വതവാസൗ ബിൽ ഹഖ്, അങ്ങനെ നമ്മൾ നേടിയ അറിവ്, നമ്മൾ പ്രാവർത്തികമാക്കിയ അറിവ്, അത് മറ്റുള്ളവർക്ക് കൂടി നമ്മൾ വസിയത്ത് ചെയ്യുക, മറ്റുള്ളവരെയും കൂടെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പം ഇൽമ നേടുക എന്നുള്ളതിന് ക്ഷമ ആവശ്യമുണ്ട്. അത് അമലാക്കണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ക്ഷമ ആവശ്യമുണ്ട്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല, അതിന് നല്ല ക്ഷമ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വതവാസൗ ബിസ് സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്യുക. ഇതിനെല്ലാം ക്ഷമ അത്യാവശ്യമാണ്. ഇൽമ നേടുന്നത്, അത് അമലാക്കുന്നത്, അത് വേറെ ജനങ്ങളെ പഠിപ്പിക്കുന്നത് എല്ലാം ക്ഷമല്ലാതെ നടക്കുന്ന ഒരു കാര്യമല്ല. ക്ഷമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അതിരില്ലാത്ത സംഗതിയാണ്. ഇത്ര മണിക്കൂർ ഈ അവസ്ഥ ഉണ്ടാകും, അത് കഴിഞ്ഞാൽ മാറും എന്ന് പറയുകയാണെങ്കിൽ അതൊരു വലിയ ക്ഷമന്റെ വിഷയമായിട്ട് ആരും പറയില്ല. മറിച്ച് എപ്പോഴാണ് മാറും, അവസ്ഥ മാറും നമുക്കറിയാം, പക്ഷെ എപ്പോഴും നമുക്ക് കൃത്യം അറിയില്ല, എത്രയും നീളാം. ആ സമയത്ത് അത് ഉൾക്കൊള്ളാനുള്ള വലിയ മനസ്സ്, അതാണ് സത്യത്തിൽ ക്ഷമ. അപ്പോ ഇങ്ങനത്തെ സന്ദർഭത്തിൽ അള്ളാഹിനെ ആലോചിച്ചിട്ട് അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹ്ക്കുള്ള താഴത്തിൽ നമ്മുടെ നഫ്സിനെ നമുക്ക് തടഞ്ഞു വെക്കാൻ സാധിക്കണം. അള്ളാഹിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് നഫ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം. അള്ളാഹ് കണക്കാക്കിയിട്ടുള്ള അവന്റെ ഖളാ ഖദറുകളിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒരു പ്രയാസം തോന്നാതെ നമ്മുടെ മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റണം. അത് എത്ര സമയം, എപ്പോഴ്, അത് എത്രയും ചിലപ്പോൾ മരിക്കുന്നത് വരെയാണ് ചെയ്യേണ്ടി വരും.
അതിന് സമയപരിധി ഇല്ല. ക്ഷമിക്കാൻ പറഞ്ഞ കാര്യത്തിൽ സമയപരിധി ചോദിക്കരുത്. ചിലപ്പോ ആ ക്ഷമിച്ചതിനുള്ള പ്രതിഫലം പരലോകത്തുനിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ദുന്യാവ് മുഴുവനും അങ്ങനെ ക്ഷമിച്ച് ചില രോഗങ്ങൾ അല്ലാഹു ചിലപ്പോൾ പരീക്ഷണത്തിന് തരും. ആ രോഗങ്ങൾ നമ്മളോട് ക്ഷമിച്ചേ പറ്റൂ. എത്ര കാലം? നമ്മൾ മരിക്കുന്നത് വരെ ക്ഷമിക്കേണ്ടി വരും. അതുപോലെ പല കാര്യങ്ങളും ജീവിതത്തിൽ നമ്മളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ ക്ഷമിക്കുക തന്നെ. അതെത്ര? 2 മാസം മതിയോ? 3 മാസം മതിയോ? 6 അല്ലെങ്കിൽ 1 വർഷം വേണ്ടി വരുമോ? അല്ലെങ്കിൽ 2 വർഷം വേണ്ടി വരുമോ? അല്ല, അതൊന്നുമില്ല. അതിന്റെ ക്ഷമയുടെ കാലപരിധി ചിലപ്പോൾ ആയുസ്സായിരിക്കും, ഒരു മനുഷ്യായുസ്സായിരിക്കും. ചിലപ്പോൾ ഒരു മനുഷ്യായുസ് ക്ഷമിക്കേണ്ടി വരും. ഇവിടെ ഇദ്ദേഹം പറഞ്ഞു, ഇന്നക്കലൻ തസ്തത്തിയ മഴയ സുബറ, ഒരിക്കലും നിനക്ക് എന്റെ കൂടെ ക്ഷമിച്ച് നിലക്കൊള്ളാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അതിനൊരു കാരണം കൂടി പറയുന്നുണ്ട്. വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റ, എങ്ങനെയാണ് താങ്കൾക്ക് സൂക്ഷ്മമായി അറിയാത്ത ഒരു കാര്യത്തിൽ താങ്കൾ ക്ഷമിക്കുക? ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്യും, കുറെ കാര്യങ്ങൾ പറയും, ചെയ്യുകയൊക്കെ ചെയ്യും. ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അത് എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്, അതിനെക്കുറിച്ച് അറിയുന്നുവെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ക്ഷമ ഉണ്ടാവില്ല. അപ്പൊ അയാൾ പ്രതികരിച്ചു പോകും. അപ്പൊ ഈ പ്രതികരിക്കുക എന്ന് നമ്മൾ പറയുന്ന പല കാര്യങ്ങളുടെയും കാര്യം ഇങ്ങനെ തന്നെയാണ്. കാര്യം അറിയാതെയാണ് പ്രതികരിക്കുക. പ്രതികരിക്കുന്ന ആൾക്കാർ അധികം ഇങ്ങനെ തന്നെയാണ്. പ്രതികരിക്കുന്നത് കാര്യം അറിയാതെ ആയിരിക്കും. കാര്യങ്ങൾ അറിഞ്ഞിട്ട് പ്രതികരിച്ചാൽ മതി. അപ്പോ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പ്രതികരിച്ചാൽ മതി എന്ന് വരുമ്പോ വല്ലാതെ പ്രതികരിക്കാൻ അവസരം ഉണ്ടാവില്ല. കുറച്ച് കാര്യങ്ങളിലൊക്കെ പിന്നെ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് സൂക്ഷ്മമായ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ അവിടെ പിന്നെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ താങ്കൾക്ക് സൂക്ഷ്മമായി അറിയാത്ത കാര്യങ്ങളായിരിക്കും എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, പറയും. എന്റെ നടപടികൾ എന്തുകൊണ്ട് അങ്ങനെ എന്ന് താങ്കൾക്ക് സൂക്ഷ്മമായി അറിയില്ല. ആ സമയത്ത് താങ്കൾക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല. താങ്കൾ ഉടനെ തന്നെ അതിനെതിരിൽ എടുത്തു കയറി പറയും. അതാണ് പ്രശ്നം. ഓക്കെ, ഫതസ്ബിർ, താങ്കൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റ, താങ്കൾക്ക് അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി സൂക്ഷ്മമായി അറിവില്ല. അങ്ങനെയുള്ളൊരു കാര്യത്തിൽ താങ്കൾ എങ്ങനെ ക്ഷമിക്കും? ഖാൽ, അപ്പോൾ മൂസ അലൈഹിസ്സലാം പറഞ്ഞു, സതജിദുനി ഇൻഷാ അല്ലാഹു സ്വാബിറൻ വലാ അഅസി ലക അംറ. അല്ലാഹുവിന്റെ മശീഅത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ വേണ്ടുക കൊണ്ട് ഞാൻ ക്ഷമിക്കുന്നവനായി താങ്കൾക്ക് എന്നെ കാണാൻ സാധിക്കും. സതജിദുനി, താങ്കൾ എന്നെ കണ്ടെത്തും. ഇൻഷാ അല്ലാഹ്, അള്ളാഹിന്റെ മശീയത്ത് കൊണ്ട്, അവന്റെ വേണ്ടുക കൊണ്ട്. സ്വാബിറൻ, എന്നെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തുക? എല്ലാം ക്ഷമിക്കുന്നവനായിട്ട്. വലാ അഅസി ലക അംറ, താങ്കളെ ഒരു കാര്യത്തിലും ഞാൻ ധിക്കരിക്കുന്ന പ്രശ്നമല്ല. വലാ അഅസി ലക അംറ, താങ്കളുടെ ഒരു കൽപ്പനയും താങ്കളുടെ ഒരു കാര്യവും ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നില്ല, ധിക്കരിക്കാൻ പോകുന്നില്ല. അപ്പോൾ ക്ഷമിച്ചോളാമെന്നും അള്ളാഹിന്റെ മശീയത്ത് കൊണ്ട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുമെന്നും താങ്കളുടെ ഒരു കൽപ്പനയെയും ഒരു കാര്യത്തെയും ഞാൻ ഒരു കാരണവശാലും ധിക്കരിക്കുകയില്ല എന്നും വാക്ക് കൊടുക്കുന്നു മൂസ അലൈഹിസ്സലാം. അപ്പോ ഖളിർ അലൈഹിസ്സലാം ഒരു നിബന്ധന വെച്ചു. قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا. നീ എന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, താങ്കൾ എന്നെ പിന്തുടരുകയാണെങ്കിൽ, ഫലാ തസ്അൽനി അൻ ഷൈ, ഒരു കാര്യത്തെക്കുറിച്ചും എന്നോട് ഇങ്ങോട്ട് ചോദിക്കരുത്, കടന്ന് ചോദിക്കരുത്. ഫലാ തസ്അൽനി അൻ ഷൈ, ഒരു കാര്യത്തെക്കുറിച്ചും താങ്കൾ എന്നോട് ചോദിക്കരുത്. ഹത്താ ഉഹ്ദിസ ലക മിൻഹു ദിക്റ, ആ കാര്യത്തിന്റെ ദിക്ർ, അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള അതിന്റെ പൊരുൾ എന്താണ് എന്ന് താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് വരെ, അത് താങ്കളോട് പറയേണ്ട സമയത്ത് ഞാൻ പറയും. അതുവരെ താങ്കൾ ക്ഷമിച്ചോളുക. ഞാനത് പറയുന്നത് വരെ ക്ഷമിക്കല്ലാതെ എടുത്തു കയറിയിട്ട് അതെന്താ അങ്ങനെ ഇതെന്താ അങ്ങനെ ചോദിക്കരുത്. ഇതില് വളരെ വലിയൊരു പാഠമുണ്ട്. അതൊരു പഠനത്തിൽ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. വിദ്യാർത്ഥികൾ, അറിവ് തേടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പഠനം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരു കാര്യം പഠിച്ചു വരുമ്പോൾ
അത് അതിന്റെ ആ പഠിക്കുന്ന വിഷയം അതിന്റെ ടോട്ടലിൽ അതിന്റെ ടോട്ടാലിറ്റിയിൽ ആ കാര്യം പറഞ്ഞു വരുന്നതിന്റെ മുമ്പ് തന്നെ എഴുന്നേറ്റെന്ന് ചോദിക്കാൻ തുടങ്ങിയാൽ അത് അധ്യാപകന് അസൗകര്യമായിരിക്കും, അത് വലിയൊരു ശല്യമായിരിക്കും, അയാളെ നിർത്തിയിട്ട് ഇട്ട് പോകാൻ സാധ്യതയുണ്ട്. മറിച്ച് അത് മുഴുവനും പറഞ്ഞു കഴിഞ്ഞിട്ട് സംശയങ്ങളൊക്കെ തീർന്നിട്ട് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവശേഷിക്കുന്ന സംശയങ്ങളുണ്ടെങ്കിൽ അതാണ് ചോദിക്കേണ്ടത്. അല്ലാതെ അവതരിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കയറി ചോദിക്കരുത്. പൂർത്തീകരിക്കട്ടെ. പൂർത്തീകരിച്ചിട്ട് കാര്യങ്ങൾ വ്യക്തത വന്നിട്ടില്ല, കാര്യങ്ങളിൽ അവ്യക്തതകളുണ്ട് അല്ലെങ്കിൽ സംശയങ്ങളുണ്ട് എങ്കിൽ അത് ചോദിക്കാം. ഇതാണ് അതിന്റെ രീതി. അല്ലാതെ അസ്വസ്ഥത കാണിക്കരുത്. ഏതൊരു കാര്യത്തിനും അതിന്റെ സ്വാഭാവികമായി അത് പുരോഗമിക്കുമ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ കുറച്ച് അവ്യക്തതകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അത് പൂർണ്ണതയിലെത്തുമ്പോൾ ആ അവ്യക്തതകളും സംശയങ്ങളും ഒക്കെ ദൂരീകരിക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അത് അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് വരെ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് വേണം. അപ്പൊ മൂസാ നബിയോട് ഈ കാര്യം അദ്ദേഹം ഉണർത്തുന്നു. ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമുണ്ടായിരിക്കേണ്ട അദബിൽപ്പെട്ടൊരു കാര്യമാണിത്. ഫലാ തസ്അൽനി അൻ ശൈഇൻ ഹത്താ ഉഹദിസ ലക മിൻഹു ദിക്റ. താങ്കൾ എന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ എന്റെ നടപടിക്രമങ്ങളിൽ ഒന്നിനെക്കുറിച്ചും താങ്കൾ ഇങ്ങോട്ട് കടന്നു കയറി ചോദിക്കരുത്. അതിനെക്കുറിച്ച് താങ്കൾക്ക് അതിന്റെ പൊരുൾ, അതെന്തുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ ചെയ്തത്, ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരുന്നത് വരെ. അപ്പൊ ഈ വ്യവസ്ഥ അംഗീകരിച്ചു. അങ്ങനെ മൂസ അലൈഹിസ്സലാം ഖദർ അലൈഹിസ്സലാമിനെ പിന്തുടർന്നു. ഫൻതലഖ, അങ്ങനെ ഒരു യാത്ര തുടങ്ങുകയാണ്. അവർ രണ്ടുപേരും പോയി. ഖദർ അങ്ങനെ ഒരു വഴിയെ പോകുകയാണ്. പോകുമ്പോൾ മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തെ പിന്തുടരുകയാണ്. അങ്ങനെ ഖദറിന് അള്ളാഹു റഹ്മത്തും ഇൽമും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അള്ളാഹു റഹ്മത്ത് കൊടുത്തത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ വ്യക്താക്കിയത്. അല്ലെങ്കിൽ ഒറ്റടിക്കില്ല, നീ എന്നെ പിന്തുടരണ്ട എന്ന് വളരെ പരുഷമായി പറഞ്ഞ് ഒഴിവാക്കാമായിരുന്നു. ഇല്ല, മറിച്ച് ഒന്നും പറയാതെ കുറച്ചാൻ കൊണ്ടുപോയിട്ട് പൗതി വയ്ക്കച്ചിട്ട് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇഞ്ഞി പിരിഞ്ഞു പോയിക്കോ, എന്നെ പറ്റൂല എന്ന് അത് പറയുന്നത് ഒരു കാരുണ്യത്തിനെതിരാണ്. മറിച്ച് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ വസ്തുത, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പോരി, ഞാൻ ചില കാര്യങ്ങൾ ചെയ്യും, അതിനെ സംബന്ധിച്ച് താങ്കൾക്ക് സൂക്ഷ്മമായി അറിയൂല, ആ നേരത്തെ താങ്കൾ കടന്നു കയറി ചോദിക്കും, അങ്ങനെ അത് പ്രയാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ താങ്കൾക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ പിന്തുടരുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അഥവാ എന്നെ നിങ്ങൾ പിന്തുടരുക എന്ന് തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ ഏതൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ പൊരുൾ അങ്ങോട്ട് പറഞ്ഞു തരുന്നു അതുവരേക്കും താങ്കൾ ക്ഷമിക്കണം, എന്നോട് അതിനു മുമ്പ് ഇങ്ങോട്ട് കയറി ചോദിക്കരുത് എന്ന വ്യവസ്ഥയിൽ അവർ പോയി. അങ്ങനെ യാത്ര അങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫൻതലഖ, അവർ തമ്മിൽ പോയിട്ട് ഹത്താ ഇദാ റക്കിബ ഫിസ്സഫീന, അവർ രണ്ടുപേരും ഒരു കപ്പലിൽ കയറി. റക്കിബ, അവർ രണ്ടുപേരും കയറി ഫിസ്സഫീനത്തി, ഒരു കപ്പലിൽ. അങ്ങനെ കപ്പലിൽ കയറി കുറച്ചാണ്ട് പോകുന്ന സമയത്ത് ഖറഖഹ, ഖദർ അലൈഹിസ്സലാം അതിനൊരു ഓട്ട കുത്തി, അതിനെ ചെറിയൊരു ഓട്ടിട്ടു. ഖാൽ, അപ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അത് കണ്ട സമയത്ത് തന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അഖറഖ്തഹാ ലിതുഗ്രിഖ അഹ്ലഹ, ഇതിന് ഓട്ട കുത്തുകയാണോ താങ്കൾ? ലിതുഗ്രിഖ അഹ്ലഹ, ഈ കപ്പലിലെ യാത്രക്കാരെ മുക്കിക്കൊല്ലാൻ വേണ്ടി, വെള്ളത്തിൽ മുക്കാൻ വേണ്ടി. ഇതിനിങ്ങനെ ഓട്ടത്താലിയ, ഇതിലുള്ള ആൾക്കാർ മുഴുവനും വെള്ളത്തിൽ മുങ്ങൂലേ? ഇത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു നേച്ചറും കൂടിയാണ്. അതിലൊരു പാടുണ്ട്, മനുഷ്യന്മാരെല്ലാവരും ഒരേമാതിരിയല്ല. അമ്പിയാക്കന്മാരിൽ തന്നെ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വഭാവം ഒന്ന് വേറെയാണ്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വഭാവം ഒന്ന് വേറെയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അതേ സമയത്ത് അപ്പോൾ തന്നെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്. എന്നാൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വഭാവം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക, കുറച്ചും കൂടി വ്യത്യസ്തമാണ്.
അപ്പൊ ഇതൊക്കെ അള്ളാഹ് ഓരോ വ്യക്തികൾക്ക് കൊടുക്കുന്ന ഓരോ സ്വഭാവം തന്നെയാണ്. ഇത്രയും ഉണർത്തുകളൊക്കെ കൊടുത്ത് പോയി യാത്ര പോകുമ്പോൾ തന്നെ ആദ്യത്തെ ഫസ്റ്റ് ഇൻസിഡന്റ് വരുമ്പോൾ തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, ആ കപ്പലിലുള്ളവരെ മുക്കിക്കൊല്ലുന്നതിന് വേണ്ടി, വെള്ളത്തിൽ മുക്കാൻ വേണ്ടി താങ്കൾ അതിന് ഓട്ടകുത്തുകയാണോ? ലഖദ് ജിഇത ശൈഅൻ ഇംറ, താങ്കൾ വളരെ ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണല്ലോ കൊണ്ടുവന്നത്. വളരെ ഗൗരവമുള്ളൊരു കാര്യമല്ല താങ്കൾ ചെയ്തത്, നിസ്സാരമല്ലല്ലോ താങ്കളുടെ പണി. ശരിയല്ലേ, ഒരു കപ്പൽ പോവുക, അതിന് പ്രത്യേകിച്ച് ഇവരോട് ടിക്കറ്റൊന്നും എടുക്കാതെ പിന്നെ ഇതിൽ കൊണ്ടുപോകുന്ന യാത്ര ആയിരിക്കും. അപ്പൊ അവരെ യാത്രക്ക് കപ്പലിൽ കയറ്റി എന്നുള്ളത് തന്നെ അവർ ചെയ്തിട്ടുള്ള വലിയൊരു നന്മയാണ്. അങ്ങനെയുള്ള ഒരു കപ്പൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആരും കാണാതെ മൂപ്പരുടെ മൂലയിൽ ഇരുന്നിട്ട് കപ്പലിന് ഓട്ട കുത്തുകയാണ്. അതിലൂടെ വെള്ളം കയറിയാൽ ആ കപ്പലിലുള്ള ആളുകൾ മുഴുവനും മുങ്ങിപ്പോവും. ഇത് മൂസാ നബിക്ക് ക്ഷമിക്കാനായില്ല. അദ്ദേഹം എടുത്തു കയറി ചോദിച്ചു, ഇമ്ര, വളരെ ഗൗരവമുള്ള ഒരു കാര്യമല്ല താങ്കൾ ചെയ്തത്. അപ്പോൾ ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അലം അഖുൽ ഇന്നക ലൻ തസ്തതിയ മഅയ സുബ്റ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിച്ച് മുന്നേറാൻ കഴിയില്ല? ഞാൻ ആദ്യം തന്നെ പറഞ്ഞ കാര്യമല്ലേ, ഇന്നക ലൻ തസ്തതിയ മഅയ സുബ്റ, താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിക്കാൻ കഴിയില്ല എന്ന്. സ്വാഭാവികമായിട്ടും ഇതോടുകൂടി തന്നെ യാത്ര മൂസാ നബിനെ അവിടെ പിരിച്ചുവിടാം. പക്ഷെ ഖളിർ അത് ചെയ്യുന്നില്ല. കാരണം അദ്ദേഹത്തിന് അള്ളാഹ് ഇൽമു കൊടുത്തതിന്റെ പുറമെ റഹ്മത്തൂടിയും കൊടുത്തിട്ടുണ്ട്. റഹ്മത്താണ് ആദ്യം കൊടുത്തത്. അതുകൊണ്ട് ഖാല ലാ തുആഖിദ്നി ബിമാ നസീത് വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റ, മൂസാ നബി ഒരു എക്സ്ക്യൂസും പറഞ്ഞു. ലാ തുആഖിദ്നി, താങ്കൾ ഈ കാര്യത്തിൽ ഇപ്പന്റെ അടുക്കൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള ഈ അബദ്ധത്തിന്റെ പേരിൽ എന്നെ താങ്കൾ പിടികൂടരുത്, എന്നെ ശിക്ഷിക്കരുത്. ബിമാ നസീത്ത്, ഞാൻ മറന്നുപോയതാണ്, അതുകൊണ്ട്. താങ്കൾ എന്നോട് പറഞ്ഞിരുന്നു ക്ഷമിക്കാൻ കഴിയില്ല, എന്തൊരു കാര്യം ഞാൻ ചെയ്താലും അതിന്റെ പൊരുള് പറഞ്ഞു തരുന്നവരെ ഇങ്ങോട്ട് കയറി ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ മറന്നുപോയി. ഞാൻ മറന്നുപോയതിന്റെ പേരിൽ താങ്കൾ എന്നെ ശിക്ഷിക്കരുത്, അഥവാ എന്നെ ഒഴിവാക്കരുത്. വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റ, എന്റെ കാര്യത്തിൽ പ്രയാസമൊന്നും ഉണ്ടാക്കരുത്. എന്റെ കാര്യത്തിൽ ഒരു പ്രയാസം ബുദ്ധിമുട്ടും താങ്കൾ ഉണ്ടാക്കരുത്, അഥവാ എന്നെ താങ്കളുടെ കൂടെ പിന്തുടരാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. അപ്പോ റഹ്മത്തുള്ള ആളാണല്ലോ ഖളിർ, അദ്ദേഹം അത് സ്വീകരിച്ചു. ഫന്തലഖ ഹത്താ ഇദാ ലഖിയ ഗുലാമൻ ഫഖതല, യാത്ര പിന്നെയും മുന്നോട്ട് പോയി. അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു ബാലനെ കണ്ടു. ലഖിയ, അവർ രണ്ടുപേരും കണ്ടുമുട്ടാൻ ഇടവരുന്നു. ഗുലാമൻ, ഒരു ചെക്കനെ, ഒരു ബാലനെ. ഫഖതലഹു, ഖളിർ ആ ബാലനെ പിടിച്ചിട്ട് കൊല ചെയ്തു. ഖാല അഖതൽത നഫ്സൻ സകിയ്യതൻ ബിഗൈരി നഫ്സ്, മൂസാ നബി ഉടനെ ഇടപെട്ടു. അഖതൽത നഫ്സൻ സകിയ്യതൻ, പരിശുദ്ധമായ ഒരു മനുഷ്യാത്മാവിനെ താങ്കൾ കൊലപ്പെടുത്തുകയാണോ? ബിഗൈരി നഫ്സിൻ, ഒരു നഫ്സിന് പകരം ഒരു നഫ്സ്, പ്രതിക്രിയ അതാവാം. ഒരാളെ കൊന്നാൽ ഘാതകരെ കൊല്ലുക എന്നുള്ളത് പ്രതിക്രിയയുടെ നിയമമാണ്, മര്യാദയാണ്. പ്രതിക്രിയാ നിയമം അനുസരിച്ചല്ലാതെ ഒരു പരിശുദ്ധമായ മനുഷ്യാത്മാവിനെ ഒരു കാരണവുമില്ലാതെ താങ്കൾ അങ്ങ് പിടിച്ചു കൊല്ലുകയാണോ എന്നാണ് ചോദ്യം. ലഖദ് ജിഇത ശൈഅൻ നുക്റ, വളരെ നിഷിദ്ധമായ, വളരെ തെറ്റായ ഒരു കാര്യമാണ് താങ്കൾ ചെയ്തത്. ശരിക്ക് പ്രതികരിച്ചു മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് അങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ നേച്ചറും കൂടി അങ്ങനെയാണ്, നമ്മൾ പറഞ്ഞല്ലോ. ഇത് കഴിഞ്ഞപ്പോ ഖാൽ അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിയ മഅയ സുബ്റ, വീണ്ടും ഖളിർ പറയുന്നു, അലം അഖുൽ ലക, ഞാൻ താങ്കളോട് പറഞ്ഞിട്ടില്ലേ, ഇന്നക ലൻ തസ്തതിയ മഅയ സുബ്റ, താങ്കൾക്ക് ഒരിക്കലും എന്റെ കൂടെ ക്ഷമിച്ച് മുന്നേറാൻ കഴിയില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണല്ലോ അത്. قال إن سألتك عن شيء بعدها فلا تصاحبني قد بلغت من لدني عذرا, മൂസാ നബിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ന്യായമൊന്നും പറയാനില്ല. അപ്പം മൂസാ നബി പറഞ്ഞു,
ഇൻ സഅൽതുക അൻ ഷൈഇൻ ബഅദഹ, ഈ കാര്യത്തിന് ശേഷം, ഈ സംഭവത്തിന് ശേഷം ഇനി എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ താങ്കളോട് കയറി ചോദിച്ചാൽ ഫലാ തുസാഹിബ്നി, എന്നെ താങ്കൾ കൂടെ കൂട്ടണ്ട. അവസാനം അതാണ്. ഇതിലും കൂടി എനിക്ക് മുന്നോട്ട് പോകാനുള്ള അനുവാദം തരണം. ഇനി ഞാൻ 2 വട്ടം കഴിഞ്ഞു, 3ാമതൊരു തവണയും കൂടി ഞാൻ ലംഘിച്ചു, നമ്മൾ തമ്മിലുള്ള വ്യവസ്ഥ ലംഘിച്ചു. താങ്കളോട് ഞാൻ കയറി ചോദിച്ചാൽ ഫലാ തുസാഹിബ്നി, താങ്കൾ എന്നെ കൂടെ കൂട്ടേണ്ടതില്ല. ഖദ് ബലഗ്ത മിൻ ലദുന്നി ഉദ്റ, താങ്കൾക്ക് ഒഴികഴിവ് തീർച്ചയായും ഉണ്ട്. എന്നെ കൂടെ കൂട്ടാതിരിക്കാനുള്ള ഒഴിവ് കഴിവ് താങ്കൾക്ക് എത്തിയിട്ടുണ്ട്, യാതൊരു സംശയമല്ല. എന്റെ വീഴ്ച തന്നെയാണ്. അതുകൊണ്ട് ഇത് അവസാനത്തെ, ഇനി ഒരിക്കൽ ഞാൻ ആവർത്തിച്ചാൽ എന്നെ കൂടെ കൂട്ടേണ്ടതില്ല, കാരണം മതിയായ ഒഴികഴിവ് താങ്കൾക്കായിട്ടുണ്ട്. ഫന്തലഖ, അങ്ങനെ വീണ്ടും അങ്ങനെ യാത്ര പോകുന്നതാണ് ഇവര്. ഹത്താ ഇദാ അത്തയ അഹ്ല ഖറിയ, അങ്ങനെ 2 പേരും കൂടി ഒരു പട്ടണവാസികൾ, ഒരു ജനങ്ങൾ താമസിക്കുന്ന ഒരു അധിവാസ കേന്ദ്രത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ ഇസ്തതഅമ അഹ്ലഹ, ആ നാട്ടിലുള്ള ആളുകളോട്, ആ നാട്ടുകാരോട് ഇവർ 2 പേരും ഭക്ഷണം ആവശ്യപ്പെട്ടു. ഇവരെ അതിഥികളായി സ്വീകരിച്ച് അവർക്ക് ആതിഥ്യമരുളാനും ഭക്ഷണം നൽകാനും വേണ്ടി ആവശ്യപ്പെട്ടു. ഫഅബൗ അൻ യുളയ്യിഫുഹുമ, പക്ഷേ ആ നാട്ടുകാർ കുരുത്തം കെട്ടവര്, അവര് വിസമ്മതിച്ചു. അൻ യുളയ്യിഫുഹുമ, ഇവർ 2 പേരെയും അതിഥികളായി സ്വീകരിക്കാൻ അവർ വിസമ്മതിച്ചു. ആരാണ് ഈ 2 വ്യക്തികൾ എന്ന് അവർക്ക് അറിയില്ല. ഒന്ന് കലീമുല്ലാഹി മൂസ ആണ് അലൈഹിസ്സലാം, മറ്റൊന്ന് അള്ളാഹു റഹ്മത്തും ഇൽമും കൊടുത്തു, മൂസാ നബിയെക്കാളും ഇൽമുണ്ട് എന്ന് പറഞ്ഞ ഖളിർ അലൈഹിസ്സലാമാണ്. പക്ഷേ ഇവർക്ക് 2 പേർക്കും സ്വാഭാവികമായും ജനങ്ങളിൽ നിന്ന് കിട്ടേണ്ട ഒരു കാര്യമാണ്, ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നീതി എന്ന് പറയുന്നത് പോലെ സ്വാഭാവികമായിട്ടുള്ള ഒരു അവകാശത്തിൽപ്പെട്ടതാണ്. ഒരു സ്ഥലത്ത് ചെന്നാൽ ആ നാട്ടുകാർ 3 ദിവസം അവർക്ക് ആതിഥ്യം കൊടുക്കണം എന്നുള്ളത്. ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചപ്പോൾ പോലും അവർ അബൂ യുളയ്യിഫുഹുമ, ഇവർക്ക് ആതിഥ്യമരുളാൻ അവർ വിസമ്മതം കാണിച്ചു. ഫവജദാ ഫീഹാ ജിദാറൻ, അങ്ങനെ ഇവർക്കൊരു ഭക്ഷണം കൊടുത്തില്ല, ഇവർ അതിഥികളായി കണ്ടതുമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവർ 2 പേരും കാണാനിടയിരുന്നത്. മൂസാ നബിയും ഖളിറും അലൈഹിമസ്സലാം അവർ 2 പേരും കണ്ടു ജിദാറൻ, ഒരു മതില് കണ്ടു. യുരീദു അൻ യൻഖല്ല, അത് പൊളിഞ്ഞു ചാടാൻ ഉദ്ദേശിക്കുന്നു, അഥവാ പൊളിഞ്ഞു ചാടാറായിട്ടുണ്ട്, ഇപ്പൊ പൊളിഞ്ഞു ചാടും എന്ന രൂപത്തിലൊരു മതിൽ ഇങ്ങനെ പൊളിഞ്ഞു ചാടാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഫഅഖാമഹു, അപ്പോൾ ഖളിർ അലൈഹിസ്സലാം ആ പൊളിഞ്ഞു ചാടാറായ മതില്, അതിന്റെ വളഞ്ഞു പൊളഞ്ഞു വിഗ്ഗാനായ ഭാഗം, അത് അദ്ദേഹം ശരിക്കും നേരെയാക്കി. എന്നിട്ട് 2ാമത് റീബിൽഡ് ചെയ്തു, 2ാമത് അത് പടുത്ത് ശരിയാക്കി. വെറുതെ ഒരു കൂലിയും കിട്ടാതെയാണത്. ഖാൽ, അപ്പൊ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അത് സഹിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ലൗ ശിഅ്ത ലത്തഖൽത അലൈഹി അജ്റ, താങ്കൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ ചെയ്ത പണിക്ക് കൂലി വാങ്ങിക്കൂടായിരുന്നോ, എന്നാൽ നമുക്ക് വിശപ്പിന് ഭക്ഷണം കിട്ടൂലായിരുന്നോ എന്ന അർത്ഥത്തിൽ. ലൗ ശിഅ്ത, താങ്കൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലത്തഖൽത അലൈഹി അജ്റ, അതിനുമേൽ, ഇപ്പോൾ ചെയ്ത ഈ ജോലിക്കുമേൽ താങ്കൾക്ക് അജ്ർ, വേതനം, പ്രതിഫലം വാങ്ങാമായിരുന്നില്ലേ? ഖാൽ, അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ആര്? ഖളിർ പറഞ്ഞു, പ്രതിഫലം വാങ്ങണേയും വാങ്ങാത്തയും കാര്യമല്ല. ഹാദാ ഫിറാഖു ബൈനി വബൈനിക്, നമ്മൾ തമ്മിലുള്ള വേർപിരിവ് ഇതോടുകൂടി സംഭവിക്കുകയാണ്. ഇത് നമുക്കിടയിലുള്ള വേർപിരിവാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഖളിർ അലൈഹിസ്സലാം ഈ കാര്യത്തിന്റെ മആൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇൽമുള്ള ആളാണ്. താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിച്ച് മുന്നേറാൻ കഴിയില്ല, ആ പറഞ്ഞ കാര്യം ഇവിടെ പുലർന്നു. അത് ഇൽമുള്ള ആളുകൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ് പറയാ. എന്നാൽ പോലും റഹ്മത്തുള്ളത് കൊണ്ട് അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് 3 അവസരങ്ങൾ കൊടുക്കുകയും ചെയ്തു. അതാണ് ഇതിന്റെ കാരുണ്യത്തിന്റെ അംശം. ഇതാണ് മആൽ, ഇതാണ് പരിണിതി. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇദ്ദേഹത്തിന്റെ കൂടെ മുന്നേറാൻ കഴിയില്ല എന്ന കാര്യം അറിയാം, ഖളിറിന് അറിയാം. എന്നിട്ട് പോലും 3 സംഭവം കഴിയുന്നത് വരെ അദ്ദേഹത്തെ ക്ഷമിച്ച് പിന്നാലെ കൂടാൻ സമ്മതിച്ചു.
ആദ്യത്തെ തവണ കപ്പൽ കേടുവരുത്തിയപ്പോ, രണ്ടാമത്തെ തവണ കുട്ടിയെ കൊല ചെയ്തപ്പോ, മൂന്നാമത്തെ തവണ ആതിഥ്യമരുളാൻ വിസമ്മതിച്ചിട്ടുള്ള ഒരു നാട്ടുകാരുടെ മതില് വെറുതെ ഒരു കൂലിയും പറ്റാതെ ശരിയാക്കി കൊടുത്തപ്പോ, ഇത് അദ്ദേഹം ചെയ്ത കാരുണ്യത്തിന്റെ ഭാഗം. എന്നിട്ട് പറഞ്ഞു സഉനബ്ബിഉക ബിതഅ്വീലി മാ ലം തസ്തതി അലൈഹി സബ്റ, ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരാം. സഉനബ്ബിഉക, താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരാം. പൊരുള്, വൃത്താന്തം, പ്രധാനപ്പെട്ട ഒരു കാര്യം അഥവാ പൊരുള് അല്ലെങ്കിൽ വൃത്താന്തം താങ്കൾക്ക് ഞാൻ അറിയിച്ചു തരാം. ഏതിന്റെ? മാ ലം തസ്തതി അലൈഹി സബ്റ, ഏതൊരു കാര്യത്തിന്റെ മേൽ താങ്കൾക്ക് ക്ഷമിക്കാൻ സാധിച്ചില്ലയോ ആ കാര്യങ്ങളുടെ പൊരുള് പറഞ്ഞു തരാം. അത് പറഞ്ഞു കൊടുക്കാതെ തന്നെ പിരിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കാരുണ്യം, അതാണ് കാരുണ്യം. പൊരുളും പറഞ്ഞു കൊടുത്തിട്ടാണ് വിട്ടത്. അപ്പൊ 3 കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്തു. അതിന്റെ ആ 3 കാര്യങ്ങൾ മനസ്സിലാകുന്നതല്ല, അതിനപ്പുറം വേറെ വലിയൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അത് അവസാനം അവിടെ എത്തുമ്പോൾ നമുക്ക് നോക്കാം. അമ്മ സഫീനത്ത്, എന്നാൽ കപ്പലിന്റെ കാര്യം. ഫക്കാനത്തിൽ മസാക്കീൻ, അത് കുറച്ച് പാവം പിടിച്ചവരുടെ കപ്പലായിരുന്നു. മസാക്കീൻ യഅമലൂന ഫിൽ ബഹർ, കടലിൽ പണിയെടുക്കുന്ന പാവങ്ങളുടേതായിരുന്നു. കടലിൽ പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന കുറച്ച് പാവങ്ങളുടെ കപ്പലായിരുന്നു അത്. ഫഅറദ്തു അൻ അഈബഹ, ആ കപ്പലിന് ഒരു അഈബ്, എന്തെങ്കിലും ഒരു കുറ്റം, ഒരു കുറവ്, ഒരു ന്യൂനത ഉണ്ടാക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. ആ കപ്പൽ നല്ല കപ്പൽ, ലക്ഷണമൊത്ത കപ്പൽ, ഒരു കേടും ഒരു തകരാറും ഇല്ലാത്തത്. അപ്പൊ അതിന് നോക്കിയാൽ കാണുന്ന എന്തെങ്കിലും ഒരു കുറ്റം, ഒരു കുറവ്, ഒരു ന്യൂനത അതിനുണ്ടാക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. കാരണം വകാന വറാഅഹും മലിക്, അവരുടെ പിറകിൽ ഒരു രാജാവുണ്ട്. യഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബ, എല്ലാ കപ്പലുകളും, നല്ല കപ്പലാണെങ്കിൽ അദ്ദേഹം ബലാത്കാരമായിട്ട് അത് പിടിച്ചെടുക്കും. അപ്പൊ അവർ ആ കപ്പലുമായിട്ട് കുറച്ചാണ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ പിറകിലുണ്ട് ഒരു രാജാവുണ്ട്. ആ രാജാവ് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവരുടെ ഒബ്സർവേഷൻ ടവറിന്റെ അടുത്ത് കൂടിയാൻ പോയാൽ മതി, ഈ കപ്പൽ നല്ല കപ്പലാണ്, രാജാവ് അവിടെ പിടിച്ചു വെൽക്കോലെ കപ്പൽ നഷ്ടപ്പെടും. അപ്പൊ അവർക്ക് അവരുടെ കപ്പൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നോക്കിയാൽ കാണുന്നിടത്ത് അതിനൊരു കുറവ്, ഒരു കുറ്റം ഉണ്ടാക്കിയതാണ്. ഒരു ഓട്ടമുണ്ട്. അപ്പൊ രാജാവ് ആ ഓട്ടപ്പൊളി കപ്പൽ വേണ്ട എന്നുള്ള രൂപത്തിൽ ഒഴിവാക്കും. ആ കപ്പൽ അവരുടെ കയ്യിൽ നിലനിൽക്കും. ഇതായിരുന്നു കാര്യം. വകാന വറാഅഹും മലിക്കുൻ യഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബ, അവരുടെ പിറകിൽ ഒരു രാജാവുണ്ട്. യഖുദു, ആ രാജാവ് പിടിച്ചെടുക്കുന്നു. കുല്ല സഫീനത്തിൻ, എല്ലാ കപ്പലിനെയും ഗസ്ബൻ, ബലാത്കാരമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ അതിന് ആ പാവങ്ങളുടെ കയ്യിൽ ആ കപ്പൽ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിന് ഞാൻ ഒരു ഓട്ട കുത്തിയത്. വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈൻ, എന്നാൽ ഒരു കുട്ടിയെ ഞാൻ കൊന്നല്ലോ, ആ കുട്ടിയുടെ കാര്യം പറയാം. ഫകാന അബവാഹു മുഅ്മിനൈൻ, ആ കുട്ടിയുടെ മാതാപിതാക്കൾ, അബുൻ വാപ്പ, അബവാനി, 2 വാപ്പല്ല, ഉമ്മയും വാപ്പയും. അബവാഹു, അവന്റെ മാതാപിതാക്കൾ. മുഅ്മിനൈനി, നല്ല മുഅ്മിനീങ്ങളാണ് ആ കുട്ടിന്റെ മാതാപിതാക്കൾ 2 പേരും. ഫഖശീന, നമ്മൾ ഭയപ്പെട്ടു, അൻയുർഹിഖഹുമാ തുഗ്യാനൻ വകുഫറ, അൻയുർഹിഖഹുമാ, ഈ കുട്ടി വളർന്നു വരുമ്പോൾ അവരെ 2 പേരെയും നിർബന്ധിക്കും. തുഗ്യാനൻ വകുഫറ, അതിക്രമം കാണിക്കാൻ, അതുപോലെ തന്നെ അവിശ്വാസം ഉൾക്കൊള്ളാൻ. അപ്പോ നന്ദികേട് കാണിക്കാൻ, അവിശ്വാസം കാണിക്കാൻ, അതുപോലെ തന്നെ മുൽമു കാണിക്കാനും മാതാപിതാക്കളെ മുതിർന്നു കഴിയുമ്പോൾ നിർബന്ധിച്ചേക്കാം ഈ കുട്ടി. ഇവൻ വളർന്നു വന്നാൽ നല്ലവരായ മുഅ്മിനീങ്ങളായ മാതാപിതാക്കളെ തെറ്റിലേക്ക് നിർബന്ധിക്കാൻ സാധ്യതയുണ്ട്. അത് നാം ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ആ കുട്ടിയെ കൊല്ലലാണ്. മുഅ്മിനീങ്ങളായ 2 പാവങ്ങളായ മാതാപിതാക്കളെ അവരുടെ ഈമാനിൽ പ്രയാസമില്ലാതെ ജീവിച്ചു പോകാൻ, അവർക്ക് ആശ്വാസം നൽകാൻ ഏറ്റവും നല്ലത്. അങ്ങനെ എത്രയോ മക്കളുണ്ട്. ഉമ്മാനെയും വാപ്പാനെയും അടങ്ങാറാക്കുന്ന എത്രയോ മക്കളുണ്ട്. അവരെ കൊല ചെയ്യുന്ന മക്കളുണ്ട്. അവരൊക്കെ ജീവിത മാർഗങ്ങൾ മുടക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ അവിശ്വാസത്തിന് വരെ പ്രേരിപ്പിക്കുന്ന ആളുകളുണ്ട്. അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന മക്കളുണ്ട്. ഇവൻ ഇങ്ങനത്തെ ഒരു കുരുത്തം കെട്ട മകനാണ്. അതുകൊണ്ട് അവൻ ഇപ്പൊ പിടിച്ചാൽ പിടിയിൽ ഒതുങ്ങുന്നതാണ്. വലുതായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. വലുതായിട്ട് മാതാപിതാക്കളെ അവൻ വല്ലാതെ ദുൽമ് കാണിച്ചേക്കും. അവരെ കുഫറിനും തുഗ്യാനിനും അവൻ നിർബന്ധിച്ചേക്കും. അതിനു മുമ്പ് അവന്റെ കഥ കഴിച്ചതാണ്, അല്ലാണ്ട് വേറൊന്നും അല്ല.
ഫഅറദിന മാത്രമല്ല നാം ഉദ്ദേശിച്ചത് അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ അവർ രണ്ടുപേരുടെയും റബ്ബ് അഥവാ അല്ലാഹു അവർക്ക് രണ്ടുപേർക്കും പകരം നൽകട്ടെ ഖൈറൻ മിൻഹു സകാതൻ വഅഖറബ റഹ്മ ഇവനേക്കാൾ നല്ലവനായ ഇവനേക്കാൾ കുടുംബബന്ധം പുലർത്തുന്ന നല്ലവനായ ഒരു മകനെ കുട്ടികളെ കൊടുക്കട്ടെ. പാപ്പാനോടും ഉമ്മാനോടുള്ള എല്ലാ റഹ്മും പാലിക്കുന്ന നല്ല പരിശുദ്ധനായ ഒരു കുട്ടിയെ അള്ളാഹു കൊടുക്കട്ടെ അവർക്ക്. ഇവന് ഏതായിരുന്നാലും അക്രമിയാണ്, അവനങ്ങ് പോട്ടെ, പകരം നല്ലൊരു കുട്ടിയെ ഖൈറൻ മിൻഹു സകാത്തൻ ഇവനേക്കാൾ പരിശുദ്ധനായ ഒരു പുത്രനെ വഅഖറബ റഹ്മ ഇവനേക്കാൾ ഏറ്റവും അധികം റഹ്മ പാലിക്കുന്ന ഒരു നല്ല ഒരു സന്താനത്തെ അള്ളാഹു കൊടുക്കട്ടെ എന്ന ഉദ്ദേശത്തിലാണ് അവനെ കൊന്നത്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, അത് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വഅമ്മൽ ജിദാർ എന്നാൽ മതിലിന്റെ കഥ. ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന അത് ആ നാട്ടിലുള്ള ഫിൽ മദീന ആ നാട്ടിലുള്ള ആ പട്ടണത്തിലുള്ള രണ്ട് യതീമുകളുടേതാണ്. യത്തീമുകളായിട്ടുള്ള രണ്ട് കുട്ടികളുടേതാണ്. ഗുലാമൈൻ രണ്ട് കുട്ടികളാണ്. യത്തീമൈൻ എന്ന് പറഞ്ഞാൽ തന്നെ ഗുലാമൻ ആയിരിക്കും, പ്രായപൂർത്തി കഴിഞ്ഞിട്ടില്ലാത്ത രണ്ട് കുട്ടികളാണ്. വകാന തഹ്തഹു കൻസുൽ ലഹുമ ആ മതിലിന്റെ താഴെ അവർക്കുള്ള ഒരു നിധിയുണ്ട്. ഒരു നിധി അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു നിധി. അവരുടെ വാപ്പ വകാന അബൂഹുമാ സ്വാലിഹൻ അവരുടെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു. ഫഅറാദ റബ്ബുക അൻ യബ്ലുഗ അശുദ്ധഹുമ നിന്റെ റബ്ബ് ഉദ്ദേശിച്ചത് ഈ രണ്ട് കുട്ടികളും പ്രായപൂർത്തി എത്തട്ടെ. വയസ്തഖരിജ കൻസഹുമ പ്രായപൂർത്തി എത്തി അവർ മുതിർന്നു വരുമ്പോൾ അവർക്ക് വേണ്ടി അവരുടെ വാപ്പ കരുതി വെച്ചിട്ടുള്ള നിധി അവർ രണ്ടുപേരും തന്നെ പുറത്തെടുക്കട്ടെ, അവരത് ശേഖരിക്കട്ടെ എന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. റഹ്മത്തൻ മിർ റബ്ബിക് നിന്റെ റബ്ബിന്റെ കാരുണ്യം എന്ന നിലക്ക്. ആ മതിൽ അങ്ങനെ വിടുകയാണെങ്കിൽ പൊളിഞ്ഞാടും. അപ്പൊ നാട്ടുകാരത് കാണും, ആ നിധി അവർ കൈക്കലാക്കും. ആ നല്ലവനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ആ കാര്യം, ആ നിധി അവരുടെ മക്കൾക്ക് കിട്ടാതെ പോകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇപ്പൊ നമ്മൾ പലരും നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട്, നല്ല സൗകര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്റെ യോഗ്യത കൊണ്ടാണ് എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ കഴിച്ചുകൊണ്ട് എടുക്കുന്നത്. ഏതോ പാവപ്പെട്ട നല്ല വാപ്പ അല്ലെങ്കിൽ നല്ല ഉമ്മ, ആ ഉമ്മാന്റെ പ്രാർത്ഥന കൊണ്ടും ആ ഉമ്മാന്റെ പ്രവർത്തനത്തിന്റെ പേരിലുമായിരിക്കും ഇവര് നല്ല ഭക്ഷണം കഴിക്കുന്നത്, ഇവര് ജീവിതത്തിൽ സുഖിക്കുന്നത്. മാത്രമല്ല ഈ സംഭവം കറാമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവർക്കുള്ള ഒരു കറാമത്തുള്ള കൊടുത്തതാണ്. പിന്നെ അവരുടെ വാപ്പ നല്ല മനുഷ്യനായിരുന്നു, ആ വാപ്പാന്റെ ഒരു കറാമത്തായി ഇത്. ആ വാപ്പാക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള കറാമത്താണ്. അതുകൊണ്ട് കറാമത്ത് എന്ന് പറയുന്നത് മരിച്ചാൽ പോലും തുടരും. ലാ യൻഖത്യ അത് മുറിയാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ കാലശേഷം പോലും കറാമത്ത് തുടരും എന്നതിനുള്ള തെളിവായിട്ടാണ് ഈ ആയത്ത് ഉദ്ധരിക്കാറുള്ളത്. ശരിയാണ്. മാത്രമല്ല ഒരു മനുഷ്യൻ ചെയ്തിട്ടുള്ള നന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് മാത്രമല്ല, അയാളുടെ വീട്ടിൽ മാത്രമല്ല, അയാളുടെ നാട്ടിൽ മാത്രമല്ല, അയാളുടെ കാലത്തിൽ മാത്രമല്ല, കാലത്തിൽ നീളാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ റബഅത്തിലേക്ക് വ്യാപിക്കാൻ അള്ളാഹു അനുവദിക്കുന്നു. ഇത് അദ്ദേഹത്തിനുള്ള കറാമത്താണ്. ഇങ്ങനെ വേറുള്ളവര് അവർക്ക് അള്ളാഹു കൊടുക്കുന്ന റഹ്മത്തിന്റെ കറാമത്തിന്റെ തണലിൽ ആനുകൂല്യത്തിലാണ് നമ്മളിൽ പലരും ജീവിക്കുന്നത് എന്ന് നമ്മൾ കരുതുന്നത് നല്ലതാണ്. ഏതായിരുന്നാലും ശരി, അവർ രണ്ടുപേരും പ്രായപൂർത്തി തികഞ്ഞ് മുതിർന്നു വരുമ്പോൾ അവർക്ക് വേണ്ടി അവരുടെ വാപ്പ കരുതി വെച്ചിട്ടുള്ള നിധി അവർ ശേഖരിക്കട്ടെ എന്നാണ് നിന്റെ റബ്ബിന്റെ തീരുമാനം. അത് അള്ളാഹ് അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള റഹ്മത്താണ്. എന്നിട്ട് ഏറ്റവും വലിയ കാര്യം പറഞ്ഞു, ഏറ്റവും വലിയൊരു വിവരം പറഞ്ഞു കൊടുത്തു. വമാ ഫഅൽതുഹു അൻ അംരി ദാലിക തഅ്വീലു മാ ലൻ തസ്തി അലൈഹി സബ്റാ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തത് അൻ അംരി എന്റെ കൽപ്പന എന്റെ തോന്നൽ പ്രകാരം ചെയ്തതല്ല. അഥവാ ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള കൃത്യമായ കണിശമായ നിർദ്ദേശമനുസരിച്ചാണ് കപ്പലിനോട്ട കുത്തിയത്. അള്ളാഹുവിന്റെ കൃത്യവും കണിശവുമായ നിർദ്ദേശമനുസരിച്ചാണ് ആ കുട്ടിയെ കൊന്നത്. അള്ളാഹുവിന്റെ കൃത്യവും കണിശവുമായ നിർദ്ദേശമനുസരിച്ചാണ് ആ മതിൽ ഞാൻ നന്നാക്കിയത്. ഇതാണ് അതിന്റെ വസ്തുത. മാ ഫഅൽതുഹു അൻ അംരി
ذلك تأويل ما لم تستطع عليه صبرا താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്ന വിഷയത്തിന്റെ പൊരുൾ ഇതാണ്. അതിന്റെ തഅ്വീൽ, അതിന്റെ പൊരുൾ ഇതാണ്, അതിന്റെ വ്യാഖ്യാനം ഇതാണ്. ഇതും പറഞ്ഞ് മൂസാ നബിയെ അദ്ദേഹം പിരിച്ചുവിട്ടു. ഇതാണ് കഥ അവസാനിച്ചു. ഇതിൽ കുറെ പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളിൽ ചിലതൊക്കെ നമ്മൾ ഇടയ്ക്ക് സംസാരിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്നത് ദുൽഖർനൈനിന്റെ ചരിത്രമാണ്. നാളെ അത് നമുക്ക് പറയാം. വബിഹാദിൽ ഖദ്രി അക്തഫിൽ യൗം വസ്സലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യതവല്ലന ജമീഅൻ ഫിദ് ദുനിയ വൽ ആഖിറ ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.